നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിന്റെ പേരിൽ കണ്ണൂരിലും നിരവധി കേസുകൾ. ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കെതിരെ കേസുകളുണ്ട്. ഡൽഹി പ്രക്ഷോഭം അവസാനിക്കുന്നതിന് സമരക്കാർ മുന്നോട്ടുവച്ച പ്രധാന ആവശ്യം കേസുകളെല്ലാം പിൻവലിക്കണമെന്നായിരുന്നു. കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ഡൽഹിയിൽ നടന്ന ഐതിഹാസികമായ സമരം പിൻവലിച്ചത് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം അംഗീകരിച്ചതുകൊണ്ട് മാത്രമായിരുന്നില്ല. രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭത്തിൽ എടുത്ത കേസുകളെല്ലാം പിൻവലിക്കണമെന്നായിരുന്നു സമരക്കാരുടെ പ്രധാന ആവശ്യം. ഇത് കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നതായാണ് സമരസമിതി പറയുന്നത്. കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ വീണ്ടും സമരം തുടങ്ങുമെന്ന പ്രഖ്യാപനം CJP നടത്തിയിട്ടുമുണ്ട്. നീറ്റ് സമരവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് കേസുകളാണ് രാജ്യത്താകമാനം എടുത്തിട്ടുള്ളത്. കേരളത്തിലും നിരവധി കേസുകളുണ്ട്. കണ്ണൂർ ജില്ലയിൽ SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തിയിട്ടുണ്ട്. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ ജലപീരങ്കി വാഹനത്തിന് കേടുവരുത്തി എന്ന് കാട്ടിയാണ് 6 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഇതിൽ ഒരു പ്രതിയായ SFI SN കോളേജ് യൂണിറ്റ് സെക്രട്ടറി കശ്യപ് മുരളിയെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. 2 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കശ്യപിന് കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം ലഭിച്ച കശ്യപിന് സബ് ജയിൽ പരിസരത്ത് SFI പ്രവർത്തകർ സ്വീകരണവും ഒരുക്കി. രക്തഹാരമണിയിച്ച് നഗരത്തിൽ പ്രകടനവും നടന്നു. SFI ജില്ലാ സെക്രട്ടറി ജോയൽ തോമസ്, പ്രസിഡന്റ് TP ആദർശ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP അഖില എന്നിവർ നേതൃത്വം നൽകി. ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം നടത്തിയ MSF പ്രവർത്തകർക്കെതിരെയും ട്രെയിൻ തടഞ്ഞ KSU പ്രവർത്തകർക്കെതിരെയും റോഡ് ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുമെല്ലാം കേസുകൾ എടുത്തിട്ടുണ്ട്. ഡൽഹി ചർച്ചയുടെ ഒത്തുതീർപ്പ് ഇവിടെയും പ്രാവർത്തികമാക്കണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇക്കാര്യം ആഭ്യന്തരമന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.